നമസ്കാരം. നമ്മൾ ശരിക്കും ആരാണ്? നമ്മളീ കാണുന്ന ലോകമുണ്ടല്ലോ, അത് സത്യമാണോ അല്ലെങ്കിൽ വെറുമൊരു തോന്നലാണോ? എപ്പോഴെങ്കിലും ഇതൊക്കെ ആലോചിച്ചിട്ടുണ്ടോ? ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഒരു പുരാതന ഭാരതീയ ഗ്രന്ഥം ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോ ഇന്ന് നമുക്ക് ഒരുമിച്ച് ആത്മബോധ ഉപനിഷത്തിന്റെ ആഴങ്ങളിലേക്കൊന്നിറങ്ങിച്ചെല്ലാം. ഈ യാത്ര തുടങ്ങുന്നത് വളരെ ലളിതമായ ഒരു പ്രാർത്ഥനയോടെയാണ്. ഇത് സത്യമെന്താണെന്നറിയാനും ഒരു വ്യക്തത കിട്ടാനും വേണ്ടിയുള്ള നമ്മുടെ എല്ലാം ഉള്ളിലുള്ള ഒരു വിളിയാണ്, അല്ലേ? അറിവിനായുള്ള ദാഹത്തിന്റെ തുടക്കം. ഒന്നാമത്തെ ഭാഗം സത്യത്തിനു വേണ്ടിയുള്ള ഒരു വിളി. ഈ യാത്ര ശരിക്കും തുടങ്ങുന്നത് നമ്മൾ ഈ കാണുന്നതിനും അപ്പുറത്തുള്ള സത്യം എന്താണെന്ന് കണ്ടെത്താനുള്ള ഒരു തീവ്രമായ ആഗ്രഹത്തിൽ നിന്നാണ്. അപ്പോ ഈ ഗ്രന്ഥം ശരിക്കും ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്ന പ്രധാന പ്രശ്നമെന്താണ്? നമ്മൾ ജീവിക്കുന്ന ഈ ലോകം, അത് യഥാർത്ഥത്തിൽ എന്താണ്? എന്തുകൊണ്ടാണ് നമ്മളിൽ പലരും എപ്പോഴും ഒരു ദുഃഖത്തിന്റെയും തൃപ്തിയില്ലായ്മയുടെയും ഒക്കെ ഒരു വൃത്തത്തിലിങ്ങനെ പെട്ടുപോകുന്നത്? രണ്ടാമത്തെ ഭാഗം, മായയുടെ ലോകം. നമ്മൾ കാണുന്ന ഈ ലോകം ഒരു മായയാണെന്നാണ് ഉപനിഷത്ത് പറയുന്നത്. അപ്പോ എന്താണ് ഈ മായ? നമുക്ക് നോക്കാം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരാശയമാണ്. അതായത്, ഈ ലോകത്തെ ഒരുപാട് വേറിട്ട വസ്തുക്കളുടെ ഒരു കൂട്ടമായി കാണുന്നത് നമ്മുടെ ദുരിതങ്ങൾക്ക് കാരണമാകുന്നു എന്ന്. ചുരുക്കി പറഞ്ഞാൽ, ഈ വേർതിരിവ് എന്ന ചിന്തയില്ലേ, ഞാൻ, നീ, അത്, ഇത് എന്നൊക്കെ, അതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്നാണ് പറയുന്നത്. അപ്പോ എന്താണീ മായ? ഇത് വെറുമൊരു കൺകെട്ട് വിദ്യയല്ല. മറിച്ച് ലോകത്തെ നന്മ, തിന്മ, ഞാൻ, നീ, സുഖം, ദുഃഖം എന്നിങ്ങനെയുള്ള വേർതിരിവുകളോടെ കാണുന്ന നമ്മുടെ ഒരു മിഥ്യാധാരണയാണ്. ഈ തെറ്റിദ്ധാരണയാണ് നമ്മുടെ ഓരോ അനുഭവത്തെയും രൂപപ്പെടുത്തുന്നത്. ഭാഗം 3, ഉള്ളിലെ ആത്മാവ്. ഇവിടെയാണ് കഥയിലൊരു വലിയ ട്വിസ്റ്റ് വരുന്നത്. പരമമായ സത്യം അത് പുറത്തെവിടെയുമല്ല, നമ്മുടെ ഉള്ളിൽ തന്നെയാണ് എന്നൊരു വലിയ തിരിച്ചറിവിലേക്കാണ് നമ്മൾ പോകുന്നത്. ഹൃദയകമലം എന്ന ആ ഒരു പ്രയോഗം എത്ര മനോഹരമാണല്ലേ! അറിവിനു വേണ്ടി പുറത്തേക്ക് ഓടേണ്ട, ഉള്ളിലേക്ക് നോക്കിയാൽ മതിയെന്നാണ് ഇത് പറയുന്നത്. അതായത്, നമ്മൾ തേടുന്ന ഉത്തരം എപ്പോഴും നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. നാലാമത്തെ ഭാഗം, മഹത്തായ ഞാനാകുന്നു. ഇപ്പം നമ്മൾ ഈ യാത്രയുടെ ഒരു ക്ലൈമാക്സിലേക്കെത്തുകയാണ്. ആത്മാവിനെ തിരിച്ചറിയുന്ന നിമിഷം. ഞാനാകുന്നു എന്ന ചില ശക്തമായ പ്രഖ്യാപനങ്ങളിലൂടെയാണ് അത് വ്യക്തമാക്കുന്നത്. ആ തിരിച്ചറിവ് ഒരു പ്രഖ്യാപനമായിട്ട് പുറത്തേക്ക് വരുന്നു. മായ എന്ന മൂടുപടം അങ്ങ് മാറുകയാണ്. യഥാർത്ഥ സ്വത്വം വെളിപ്പെടുന്നു. അതുവരെ ഉണ്ടായിരുന്ന എല്ലാ തെറ്റിദ്ധാരണകളും അവസാനിക്കുന്നൊരു നിമിഷം. ആ പ്രഖ്യാപനം തുടരുകയാണ് കൂടുതൽ ശക്തമായി. ഞാൻ ആനന്ദമാണ്, ഞാൻ സാക്ഷിയാണ്, ഞാൻ സ്വതന്ത്രനാണ്. ഇതൊന്നും വെറും വാക്കുകളല്ല, ഇതൊരു അനുഭവമാണ്. നമ്മുടെ ഈ ശരീരത്തിനും മനസ്സിനുമൊക്കെ അപ്പുറമുള്ള ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള ഒരു ഉറപ്പാണ്. ഒടുവിൽ ആ പ്രഖ്യാപനം അതിന്റെ പൂർണ്ണതയിലെത്തുന്നു. ഞാൻ അനന്തമായ അറിവാണ്, അവിഭാജ്യമായ യാഥാർത്ഥ്യമാണ്. ഇവിടെ ഞാൻ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയെക്കുറിച്ചല്ല പറയുന്നത്, മറിച്ച് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ അനന്തമായ ബോധത്തെക്കുറിച്ചാണ്. അഞ്ചാമത്തെ ഭാഗം, എല്ലാ ദ്വന്ദ്വങ്ങൾക്കും അപ്പുറം. ശരി, ഈ അറിവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കും? അത് നമ്മുടെ ജീവിതത്തെയും ഈ ലോകത്തെ കാണുന്ന രീതിയെയുമൊക്കെ എങ്ങനെയാണ് മാറ്റിമറിക്കുന്നത്? ഈ പുതിയ അവസ്ഥയെ നമുക്ക് മനസ്സിലാക്കിത്തരാൻ ഉപനിഷത്ത് വളരെ രസകരമായ ചില ഉദാഹരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. വളരെ സങ്കീർണമായ ആശയങ്ങളെ വളരെ ലളിതമായി വിശദീകരിക്കാൻ ഈ രൂപകങ്ങൾ നമ്മളെ സഹായിക്കും. മിഥ്യാധാരണയും യാഥാർത്ഥ്യവും തമ്മിലുള്ള വ്യത്യാസം കാണിക്കാൻ 3 ശക്തമായ ഉദാഹരണങ്ങളാണ് ഇവിടെയുള്ളത്. പാമ്പും കയറും, പിന്നെ തിരമാലയും സമുദ്രവും, അതുപോലെ കലവും സൂര്യനും. നമുക്കാദ്യം ഈ സർപ്പവും കയറും എന്ന ഉദാഹരണമെടുക്കാം. ഗ്രന്ഥത്തിൽ നിന്ന് നേരിട്ടുള്ളൊരു വരിയാണത്. നമ്മൾ ഈ ലോകം എന്ന് കരുതുന്നത് യഥാർത്ഥത്തിൽ വേറെന്തോ ആണ്. ഇരുട്ടത്തൊരു കയറ് കിടക്കുന്നത് കണ്ട് നമ്മൾ പാമ്പാണെന്ന് തെറ്റിദ്ധരിച്ച് പേടിക്കില്ലേ? ഏതാണ്ട് അതുപോലെ. അപ്പോ ഇതിന്റെ അർത്ഥമെന്താണ്? നമ്മുടെ ഭയവും വേർതിരിവുമൊക്കെ വെറും തെറ്റിദ്ധാരണകളാണ്. അറിവാകുന്ന വെളിച്ചം വരുമ്പോൾ അത് പാമ്പല്ല, കയറാണെന്ന് നമ്മൾ തിരിച്ചറിയും. അതുപോലെ ഈ കാണുന്ന ലോകം ബ്രഹ്മം തന്നെയാണെന്ന് തിരിച്ചറിവ് നമുക്കുമുണ്ടാകുന്നു. അപ്പോ ഈ ഒരു തിരിച്ചറിവ് കിട്ടിക്കഴിഞ്ഞാൽ പ്രായോഗികമായി എന്ത് സംഭവിക്കും? നമ്മുടെ ആഗ്രഹങ്ങൾ, മരണഭയം, എന്തിന് നമ്മുടെ ആത്മീയ ലക്ഷ്യങ്ങൾ വരെ മാറും. നോക്കൂ, സമുദ്രത്തിന് അതിന്റെ തിരമാലകളോട് പ്രത്യേകിച്ചൊരു ആഗ്രഹവുമില്ലല്ലോ. അതുപോലെ ജ്ഞാനിക്ക് ലോകത്തിലെ വസ്തുക്കളോട് ആഗ്രഹമുണ്ടാവില്ല. ശരീരം നശിക്കുമ്പോൾ
ആത്മാവ് നശിക്കുന്നില്ല. ഒരു കലം പൊട്ടുമ്പോ അതിനെ പ്രകാശിപ്പിച്ച സൂര്യന് ഒന്നും സംഭവിക്കാത്തതുപോലെ. ഇതാണ് ഒരുപക്ഷേ ഇതിലെ ഏറ്റവും വിപ്ലവകരമായ ഒരു പ്രസ്താവന. ആത്മീയതയുടെ വഴികാട്ടികളായ ഗുരുവിനെയും ശാസ്ത്രങ്ങളെയും പോലും മറികടക്കുന്നതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. കാരണം ഒരു ഘട്ടം കഴിയുമ്പോൾ സത്യം നമ്മുടെ ഉള്ളിൽ തന്നെ വെളിപ്പെടും. പിന്നെ ഈ വഴികാട്ടികളുടെ ആവശ്യമില്ലാതാകും. ഈ ഗ്രന്ഥം അവസാനിക്കുന്നത് വളരെ ശാന്തമായ ഒരു മന്ത്രത്തോടെയാണ്. അതുകൊണ്ട് നമുക്കും ഈ യാത്രയുടെ പ്രധാന ഭാഗം ഇവിടെ അവസാനിപ്പിക്കാം. ഓം ശാന്തി ശാന്തി ശാന്തി. നമ്മളിത് അവസാനിപ്പിക്കുമ്പോൾ ഒരു ചോദ്യം ബാക്കിയാവുകയാണ്. ബന്ധനവും മോചനവും രണ്ടും വെറും മിഥ്യാധാരണകളാണെങ്കിൽ പിന്നെ എന്താണ് യഥാർത്ഥ സ്വാതന്ത്ര്യം? ഈ ഉപനിഷത്തിന്റെ ഏറ്റവും ആഴത്തിലുള്ള സന്ദേശത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഈ ഒരു ചോദ്യം നിങ്ങളെ സഹായിക്കുമെന്ന് കരുതുന്നു.